Hello guys, once again welcome back to Darkwood VFX Studio. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ലൂമിയോൺ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൻ്റെ ബേസിക്സ് ആണ്. ഇപ്പോൾ ലൂമിയോൺ നമുക്കറിയാം വിൻഡോസിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, മാക്കിൽ വർക്ക് ആവുന്നില്ല. കാരണം മാക്കിനുള്ള എഡിഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളിതിനെ ഓപ്പൺ ചെയ്യാണ്. ലൂമിയോണിൻ്റെ കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു വെബ്സൈറ്റിലേക്കാണ് എത്തുക. ഇതിൽ എഡിറ്റിംഗ് ഡെസ്ക് നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നാൽ ലൂമിയോൺ എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ കൂടുതൽ വീഡിയോസ് കാണാൻ പറ്റും. നമ്മൾ ലൂമിയോണിൽ ചെയ്യുന്ന വീഡിയോസൊക്കെ അതുപോലെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കുകൾ ഞാൻ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ഇനി ഇവിടെ ഒരുപാട് എക്സാമ്പിൾസ് തരുന്നുണ്ട്. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര എക്സാമ്പിൾസ് നമുക്ക് തുറന്നിട്ട് യൂസ് ചെയ്ത് നോക്കാൻ പറ്റും. അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് പുതുതായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം, ലോഡ് ചെയ്തെടുക്കണമെങ്കിൽ ലോഡ് ചെയ്തേക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യാം അല്ലേ, ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യും. ഇതിൽ 9 എൻവയോൺമെൻ്റ് ആണ് ഇവരിപ്പോൾ തന്നിരിക്കുന്നത്. ഒന്നൊരു വീട് മാത്രമുള്ളൊരു എൻവയോൺമെൻറ്റ്, പിന്നെ ഒരു ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്താണെന്ന് വിൻ്റർ എൻവയോൺമെൻറ്റ്, അതായത് നല്ലൊരു മഞ്ഞൊക്കെ ഉള്ള ഒരു കാലാവസ്ഥ. പിന്നെ ഒരുപാട് എൻവയോൺമെൻറ്റുകൾ ഉണ്ട്, ഇതാ കണ്ടോ, നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. പേരൊന്നും വായിച്ചേക്കേണ്ട കാര്യം തന്നെയില്ല. ഇത് പ്ലെയിൻ ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ആണ്. ഇതിലാകുമ്പോൾ കുറച്ചുകൂടെ ആ പ്ലെയിനിൽ തന്നെ കുറച്ച് മൗണ്ടൈൻസ് മലകളൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്ലെയിൻ തന്നെ അല്ലെങ്കിൽ ഒരു മൗണ്ടൈൻ, ഇത് രണ്ടും വലിയൊരു കുഴപ്പമില്ല, രണ്ടും ഏകദേശം ഒരുപോലെ ഉണ്ടാവും. ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടെംപ്ലേറ്റ് ലോഡാവും. ഓക്കെ, അപ്പോൾ കാണാൻ തന്നെ നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ബേസിക്സ് ഒന്ന് നോക്കാം. ഈ റൈറ്റ് ക്ലിക്ക്, മൗസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, പാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഭാഗവും ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ അല്ലേ. അതുപോലെ മിഡിൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് മേലോട്ടേക്കും താഴോട്ടേക്കും വലിച്ചു കഴിഞ്ഞാൽ, സൈഡിലോട്ടൊക്കെ വലിച്ചു കഴിഞ്ഞാൽ അതുപോലെ ചെറിയ മൂവ്മെൻറ്റ് കിട്ടും. ഓക്കെ അല്ലേ. പിന്നെ നമുക്ക് ബാക്കി മൂവ്മെൻറ്റ് ഗെയിമൊക്കെ കളിക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഡബ്ല്യു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ടേക്ക് പോകും, എസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വരും, ബാക്കോട്ടേക്ക് വരും. ഡി റൈറ്റ് സൈഡ്, അതുപോലെ എ ലെഫ്റ്റ് സൈഡ്. പിന്നെയുള്ള ക്യൂ ഇ എന്നുള്ള ബട്ടൺസാണ്. ക്യൂ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പാണ്, അതുപോലെ ഇ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺ ആണ്. ഓക്കെ, താഴേക്കും മേലേക്കും പോകാനാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ക്യൂ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്പീഡിൽ അപ്പാവുന്ന ഒരു സ്പീഡിൽ ഡൗൺ ചെയ്യും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പുല്ലിൻ്റെ കറക്റ്റ് കാണാൻ പറ്റും കേട്ടോ, നല്ല ഭംഗിയില്ലേ. അതുപോലെ തന്നെ ഡി പ്രസ് ചെയ്ത സ്പീഡിൽ മൂവ് ആവും. ഇനി ഈ ഷിഫ്റ്റ് പ്ലസ് സ്പേസ് പ്ലസ് അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡായിരിക്കും കേട്ടോ. സ്പേസും ഷിഫ്റ്റും പ്രസ് ചെയ്തിട്ട് നമ്മൾ കീബോർഡിൽ ഈ കീസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡായിട്ട് പോകും. അതുപോലെ തന്നെ നമുക്ക് മൗസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഭയങ്കര സ്പീഡായിട്ട് പോകും. മൗസിൽ മൂവ്മെൻറ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് മൂവ് ചെയ്യണം കേട്ടോ. മിഡിൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അപ്പ് ഡൗൺ കണ്ടോ ഭയങ്കര സ്പീഡായിരിക്കും, പാനിങ് പറന്ന് പോകും പോലെ ഫീൽ ചെയ്യും കണ്ടോ. ഇതിൽ മരങ്ങളും ചെടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയുണ്ടാവും. ഓക്കെ അല്ലേ. ഇത്രയാണ് ഇതിൻ്റെ മൗസിൻ്റെ, അതായത് മൂവ്മെൻറ്റിൻ്റെ ബേസിക്സ്, ക്യാമറ മൂവ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ഇതിൽ കുറേ ഐക്കൺസ് ആണല്ലേ, നമുക്ക് എന്തൊക്കെയാണ് ജസ്റ്റ് നോക്കാം. ഒരു ഹോം ബട്ടൺ ഉണ്ട്. ഹോം ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആസറ്റ്സ്, മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അപ്പോൾ ഫസ്റ്റത്തെ ഇമ്പോർട്ട് മോഡൽ എന്നുള്ള ഈ ഒരു ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വീടിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേറെ വീടുകളൊക്കെ മായലോ അതുപോലെ സിനിമ 4Dയിലോ ബ്ലെൻഡറിലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു പ്രൊവൈഡ് ചെയ്യുന്ന ഒറ്റ വീടാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം, വെറുതെ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് മൗസ് ഇങ്ങോട്ട് കൊണ്ടുവരിക. ഓക്കെ അല്ലേ. എന്നിട്ട് ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീട് ഇവിടേക്ക് പ്ലേസ് ആവും കണ്ടോ. ഇനി നമുക്ക് വേറെ ഒന്നുകൂടെ വേണമെങ്കിൽ അടുത്തത് കൊണ്ടുവരും. വേണ്ടെന്നാണ് ജസ്റ്റ് എസ്കേപ്പ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ അത് പോയിട്ടോ. ഇനി എന്താണല്ലേ, അതൊരു വീട്. അപ്പോൾ ഒരു കൂടുതൽ വീടുകൾ വേണമെങ്കിൽ നമുക്ക് ഇവിടേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, ഇമ്പോർട്ട് ന്യൂ മോഡൽ എന്നുള്ളത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏത് ഫയലിലാണോ നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നത് ഇത്രയും ഫോർമാറ്റുകളിൽ OBJ ഫോർമാറ്റ്, 3ds Max, 3D ഫയലുകളുണ്ടാവുക, ഇത്രയും 3D ഒബ്ജക്റ്റുകൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ നാച്ചറാണ്. ആ വീടിൻ്റെ ചിഹ്നം കഴിഞ്ഞാൽ അടുത്ത നാച്ചറാണ്. നാച്ചുറലിൽ നമുക്ക് ഇത്രയും ആസറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. കുറേ തരത്തിലുള്ള ട്രീസ്, 4 തരത്തിലുള്ള ട്രീ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. പിന്നെ അതുപോലെ ഓരോന്നിൻ്റെ ഉള്ളിൽ 8 തരത്തിലുള്ള ട്രീകളുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് വെച്ച് നോക്കാം. കണ്ടോ, വീടിൻ്റെ മുന്നിൽ തന്നെ ഇവിടെ ചെടി വേണമെങ്കിൽ ആഡ് ചെയ്യുക. അത് തന്നെ എത്ര എണ്ണം വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്താൽ കാരണം നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുവയ്ക്കാൻ പറ്റും. പിന്നെ കുറച്ചുകൂടെ ഭംഗിയുള്ള ചെറിയ മുളകളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ വീടിൻ്റെ മുന്നിൽ സാധാരണ നല്ല പാർക്കുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയ സാധനങ്ങളാണ്. ഈ ചെടി കണ്ടോ മുകളിലായിപ്പോയേ, അപ്പോൾ അതിനെ നമുക്കൊന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ബട്ടൺ കണ്ടോ, ഈ ബട്ടൺ പ്രസ് ചെയ്യുക, എന്നിട്ട് ഇത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ അതാ ഇവിടെ അതിൻ്റെ ഓപ്ഷൻസ് ഒക്കെ ഒരുപാട് ഇവിടെ വരും. അതിന് പകരം ഇവിടെ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇത് മാത്രമല്ല, ഇതൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ പ്രസ് ചെയ്യുക, എന്നിട്ട് വേണ്ട മരങ്ങളൊക്കെ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ മരങ്ങൾ പോയി. ഓക്കെ അല്ലേ. എല്ലാ മെറ്റീരിയൽസും അങ്ങനെ കേട്ടോ. ഡിലീറ്റ് ചെയ്യുക, ഇത് സെലക്ട് ചെയ്ത ശേഷം എന്താണോ ഡിലീറ്റ് ചെയ്യേണ്ടത് സെലക്ട് ചെയ്ത ശേഷം ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് പോയിക്കോളും. ഓക്കെ അല്ലേ. ഇതിൽ നമുക്ക് ഡിഫോൾട്ടായിട്ട് ഇതിന് വിമറ്റും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ തരുന്നുണ്ട് കണ്ടോ. ചെറിയ ആട്ടങ്ങൾ ഇളക്കങ്ങളൊക്കെ മരത്തിന് ഓട്ടോമാറ്റിക് ഉണ്ട്. അപ്പം നമ്മൾ പ്രത്യേകിച്ച് എന്താ പറയുക, അതിന്
ഒരു റിഗ്ഗിങ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, വിൻഡൊന്നും പ്ലേസ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്ത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യാം. നിങ്ങൾ നല്ല ഭംഗിയിൽ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് വെക്കാം. ഓക്കെ അല്ലേ? ഇനി ആ ട്രീൽസിന് തന്നെ വേറെ ഐറ്റംസ് ഉണ്ട്. എന്താ, വേറെ തരത്തിലുള്ള ട്രീകളുണ്ട്. തെങ്ങുകളൊക്കെ പോലത്തെ ഐറ്റംസ് ഉണ്ട്. പിന്നെ ചില്ലകൾ മാത്രമുള്ള ഇലയില്ലാത്ത ഐറ്റങ്ങളുണ്ട്. ചെറിയ പുല്ലുകളുണ്ട്, കണ്ട നല്ല പൂച്ചെടികളൊക്കെ ഉണ്ട്. ഇലച്ചെടികൾ, പൂവുകൾ, എന്താ പൂവുകളൊക്കെ വെറുതെ ഒന്ന് ജസ്റ്റ് പ്ലേസ് ചെയ്ത് വെക്കാം നമുക്ക് അല്ലേ. എവിടെ വേണമെന്ന് വെച്ചാൽ അവിടെ കൊണ്ട് വെച്ച് കൊടുത്താൽ മതി. വളരെ സിമ്പിളാണ്. ഓക്കെ അല്ലേ? പിന്നെ മുള്ളിച്ചെടികൾ, ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് ഒരുപാട്. അത് നിങ്ങൾ നോക്കുക കേട്ടോ. അടുത്ത് ആളുകളാണ്. അപ്പോൾ നമ്മൾ ഇയാളെ ഒന്ന് പ്ലേസ് ചെയ്ത് വെക്കുക അല്ലേ. ഇയാൾ നടക്കുന്ന ഇയാളാണ്. വേണമെങ്കിൽ ഇയാളെ ജസ്റ്റ് ഇവിടെ പ്ലേസ് ചെയ്ത് കൊടുത്താൽ അയാൾ അങ്ങനെ നടക്കും. പിന്നെ അയാൾക്കൊരു മൂവ്മെൻറ്റ് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? ഇനി ഇൻറ്റീരിയൽ സൈഡിലുള്ള കുറേ മെറ്റീരിയൽസ് ഉണ്ട്, നമ്മൾ നോക്കിയാൽ മതി. നിങ്ങൾ തന്നെ നോക്കുക. ലൈറ്റ്സ്, നമുക്ക് ലൈറ്റൊക്കെ എവിടെ നിന്നാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ. ലൈറ്റ് വരുന്നതാണ്ടോ. ഒരു റൂമിൻ്റെ അകത്തൊക്കെയാണ്, ഇൻറ്റീരിയലാണ് ഇതിൻ്റെ മെയിനായിട്ട്. ഈ വാളിലൂടെ ലൈറ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് കണ്ട ലൈറ്റ് അടിക്കുന്നത്. അത് കുറച്ച് ഷാർപ്പായിട്ടുള്ള ലൈറ്റാണ് വേണമെങ്കിൽ, എവിടേക്ക് ഷാർപ്പായിട്ടുള്ള ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ കണ്ടാവും ആ ലൈറ്റ് അവിടേക്ക് ഷാർപ്പായിട്ട് അടിക്കും. അങ്ങനെ ഇതാ വാട്ടർഫോൾസ് ഉണ്ട്. ഇതാ നമുക്ക് എവിടെയെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഇതാ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. കണ്ടാ, ഇതിന് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വാട്ടർഫോൾ ഇങ്ങനെ ഇട്ടിട്ട് അത് അങ്ങനെ ആയിപ്പോയല്ലോ, തിരിഞ്ഞു പോയല്ലോ എന്നുള്ള വിഷമം വേണ്ട. അതാ ഇവിടെ റൊട്ടേഷൻ ഉണ്ട്, അതെടുത്തിട്ട് വാട്ടർഫോളിനെ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമുക്ക് എവിടെയാണോ അതിന് പറ്റിയ സ്ഥലം നോക്കിയിട്ട് അതിനനുസരിച്ച് വാട്ടർഫോളൊക്കെ ഫിറ്റ് ചെയ്യാം കേട്ടോ. ഇത് ഒരുപാട് തരത്തിലുള്ള വാട്ടർഫോൾസ് ഉണ്ട്. അതുപോലെ ഫയറുകളുണ്ട്, ഫോഗുകൾ, അതുപോലെ ലീവ്സ്, കുറേ തരത്തിലുള്ള സൗണ്ടുകൾ. ഒരു വീടിൻ്റെ അന്തരീക്ഷത്തിന് പറ്റിയ സൗണ്ട് ഉണ്ട് കണ്ടോ. അതുപോലെ നാച്ചുറൽ അന്തരീക്ഷം. ഓക്കെ അല്ലേ? ഇങ്ങനെ ഒരുപാട് ആസറ്റ്സ് ഇതിൽ തന്നെ പ്രീസെറ്റ് ആയിട്ട് സെറ്റിങ്സുകളുണ്ട് കുറച്ച്. ഓക്കെ, അത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി. ഇനി ഇതിൻ്റെ തൊട്ടിപ്പുറം വരുന്ന 3 ഐക്കൺ നമ്മൾ ആദ്യം പറയേണ്ടായിരുന്നു. ഒന്ന് സെലക്ട് ഐക്കണ്, റൊട്ടേഷൻ ഐക്കണ്, സ്കെയിൽ ഐക്കണ്. അത്യാവശ്യം നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം ആക്കാം, രാത്രിയാക്കാം. കണ്ടോ, നല്ല നട്ടുച്ചയാക്കി. പിന്നെ അതുപോലെ ഈസ്റ്റ് വെസ്റ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൂര്യൻ അതിനനുസരിച്ച് നിൽക്കും. അപ്പോൾ ഈസ്റ്റിലേക്കാണ് ഇങ്ങനെ വരുന്നത് വെച്ചാൽ ഈ ഭാഗം ഈസ്റ്റ് ആണെങ്കിൽ അതിനനുസരിച്ച് സൂര്യനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ സൂര്യൻ എങ്ങനെ പോകും? ഇങ്ങനെ മൂവ്മെൻറ്റ് വരും. ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മൂവ്മെൻറ്റ് വരും. ഇനി ഇതിൻ്റെ എക്സ്പോർട്ട് സെറ്റിങ്സുകളാണ് ഇവിടെ കാണുന്നത്. ഇവിടെ സേവ് ഉണ്ട്. പ്രൊജക്റ്റ് ഇടയ്ക്കിടയ്ക്ക് സേവ് ചെയ്ത് വെക്കണമെങ്കിൽ സേവ് ചെയ്ത് വെക്കാം. നമ്മളിവിടെ സേവ് കൊടുക്കുമ്പോൾ ഈ ഒരു ഐക്കൺ ഇവിടെ സേവ് ആസ് കൊടുക്കുക. അതിൻ്റെ നമ്മുടെ പ്രൊജക്റ്റ് 2 എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളവിടെ സേവ് ചെയ്ത് ഇനി നമുക്ക് ആ ഒരു പ്രൊജക്റ്റിനെ എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോഡിൽ വരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ നേരത്തെ ചെയ്തൊരു പ്രൊജക്റ്റും ഉണ്ട്, ഇതുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് വലിയ ഭംഗിയൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് വെറുതെ ചെയ്താലേ ഇത് വെച്ച് നമുക്ക് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ഉണ്ടാക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു ഫോട്ടോ ആണ് നമുക്ക് വേണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വേണ്ട ഒരു ഏരിയ അങ്ങോട്ട് സെലക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇത്ര ഏരിയയിലാണ് നമുക്ക് കാണേണ്ടതെന്ന് എഴുതുക. അപ്പോൾ ഇത്ര ഏരിയ നമുക്ക് ഇങ്ങോട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്ലിക്ക് ചെയ്ത ഫോട്ടോനെ സേവ് ചെയ്യണമെങ്കിൽ ഇവിടെ റെൻഡർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. റെൻഡർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ റെൻഡർ ഒരുമിച്ച് ചെയ്യാം കേട്ടോ. ഡെസ്ക്ടോപ്പിലേക്ക് വേണോ എവിടേക്കാണ് പ്രിൻറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഓപ്ഷനാണ് ഈ ചോദിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഡെസ്ക്ടോപ്പിലേക്ക് കൊടുക്കുക അല്ലേ. ഡെസ്ക്ടോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ PC ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട ഒരു സ്ഥലത്തേക്ക് ഇതാ അവിടെ വർക്ക് നമുക്കിവിടെ എന്തെങ്കിലും പുതിയ പേരിട്ട് ലൂമിയോണെന്നോ എന്തെങ്കിലും പേരിട്ടിട്ട് സേവ് ചെയ്യാമല്ലോ കേട്ടോ. ലൂമിയോൺ ഇട്ടിട്ട് ഞാൻ അവിടെ സേവ് ചെയ്യാണ്. ഓക്കെ, ഒരു പേര് കൊടുക്കണം ആദ്യം, എന്തെങ്കിലും ഒരു പേരെടുത്തിട്ട് സേവ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കൊരു മൂവിയാണ്, അതൊരു വീഡിയോ ആണ് റെക്കോർഡ് ചെയ്തെടുക്കണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് ഏത് ആംഗിളിലാണോ ചെയ്യേണ്ടത് ഏത് ആംഗിളിലൊക്കെ സെറ്റാക്കി വെക്കുക. ഓക്കെ, ഈ ഒരു ആംഗിളിലാണ് നമുക്ക് വീഡിയോ ചെയ്യേണ്ടതെന്ന് കരുതുക. പുല്ലൊക്കെ കാണുന്നൊരു സ്റ്റൈലില്ലേ, നമ്മൾ ആദ്യം നോക്കുക എങ്ങനെയാണെന്ന്. ഈ ഒരു സ്റ്റൈലിലാണ് നമുക്ക് വേണ്ടതെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ സ്റ്റൈലിലൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ അല്ലേ. ഇനി എന്ത് ചെയ്യുക, ഇവിടെ ഒരു മൂവിയുടെ ഐക്കൺ ഉണ്ടോ, അത് മൂവി ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂവി റെൻഡറിങ്ങിൻ്റെ പേജിലേക്ക് വരും. ആ 1 ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, റെക്കോർഡ് എന്നുള്ള ഓപ്ഷൻ കണ്ടോ, ഈ റെക്കോർഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു സീന് നമ്മൾ എങ്ങനെയാണോ കൊണ്ടുവച്ചാൽ അതുപോലെ കാണാൻ പറ്റും. ഓക്കെ, ഇനി ജസ്റ്റ് നമുക്കിത്
ആഡ് ചെയ്യുക, ക്യാമറയിലേക്ക് ആഡ് ക്യാമറ കീ ഫ്രെയിം എന്നുള്ള എവിടേക്ക് കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ നമുക്ക് ആ ഒരു കീ ഫ്രെയിം ആ ഒരു എന്താ പറയുക ആ ഒരു വ്യൂ മാത്രം നമുക്ക് പ്ലേ ആയിട്ട് കിട്ടും. അടുത്തൊരു ഏരിയ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അടുത്തൊരു സീന് സെറ്റ് ചെയ്യുക, എന്നിട്ട് അതിൽ ആഡ് എ കീ ഫ്രെയിം എന്ന് കൊടുക്കുക. ഓക്കെ അല്ലേ? ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കുക, അതിനെ ജസ്റ്റ് അതിനൊന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ നമുക്ക് കണ്ടോ നമ്മൾ എങ്ങനെയാണ് അതിനെ കൊണ്ടുവന്ന് വെച്ച് വെച്ചാൽ അതേ മോഡലിൽ പ്ലേ ആവും. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കില്ലേ നമ്മൾ അതിലൊന്ന് ക്യാപ്ചർ ചെയ്യുക. അപ്പോൾ ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് വരിക, ഇങ്ങനെ വന്നിട്ട് മുകളിലേക്ക് ഒന്ന് ജസ്റ്റ് താഴേക്ക് ഇറങ്ങിയിട്ട് പിന്നെ ഒറ്റ ജമ്പായിരിക്കും അല്ലേ, അവിടേക്ക് കണ്ടോ സ്പീഡിൽ വന്നിട്ട് ആ ഒരു ഏരിയയിലേക്ക് ഫുള്ളൊരു നല്ല പ്രത്യേക മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ട് അല്ലേ. നമുക്ക് 7 സെക്കൻഡിലാണോ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക, അടുത്തൊരു ഏരിയ ഇവിടെ ഇങ്ങനെ തന്നെ നിന്നുകൊണ്ട് കിട്ടണമെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ ചെയ്യുമ്പോൾ അവിടെ എത്തുമ്പോൾ കുറച്ച് സമയം ക്യാമറ ഇങ്ങനെ ചെറിയ മൂവ്മെൻറ്റ് കിട്ടും. ഓക്കെ അല്ലേ? എന്നിട്ട് ഇവിടെ ശരി കൊടുക്കുക. നമുക്കൊരു വീഡിയോ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഇനി എന്ത് ചെയ്യുക, റെൻഡർ കൊടുക്കുക. റെൻഡറിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫുൾ HD വേണോ, ക്വാഡ് HD വേണോ, അൾട്രാ HD അതായത് 4K വേണോ, നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. നമുക്ക് HD ഒന്ന് ഔട്ട് എടുത്ത് നോക്കാം അല്ലേ. MP4 പേര് ഇടണം. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും പേരിടുക. എന്നിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ റെൻഡറിങ് ആകാൻ തുടങ്ങും. കണ്ടോ ഫ്രെയിം കണ്ടോ, 481 ഫ്രെയിമുകളാണ് സെറ്റ് ചെയ്യുന്നത്. റെൻഡർ ചെയ്യാൻ എടുക്കുന്ന സമയം 5 മിനിറ്റാണ്, ഏകദേശം 5.5-6 മിനിറ്റോളം തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ. ഫ്രെയിം 21 ഫ്രെയിമായി 481 ഫ്രെയിമുകളാണ് നമ്മൾ റെൻഡർ ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ?